ഉസ്താദായി വന്നെത്തിയ ഉസ്താദ് അവരുടെ എൻ്റെ മുമ്പിൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു പ്രഭാഷണ ശൈലിയിൽ ഒരു കൊച്ചു കഥ പറഞ്ഞ് ഞാൻ നിർത്താം. റബ്ബാദിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാമത്തെ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിനെ അവസാനിക്കാം. നാളെ മരിച്ച് ഖബറോട് ചേരുമ്പോൾ രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് ഈ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും നമ്മുടെ മനസ്സിൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം എല്ലാത്തിനും ഉപ്പയേക്കാളും എല്ലാത്തിനേക്കാളും എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി സ്നേഹിക്കേണ്ടവരാകണം. ഇനി വരുന്ന 5 വക്ത് നിസ്കാരവും ഹബീബിന്റെ മുന്നിലിട്ടുകൊണ്ട് ശബ്ദം ചെയ്താൽ പിന്നെ എന്താ ഖബറിന്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിത്രം കാണുമ്പോൾ എന്റെ ഹബീബാ മുഹമ്മദ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ പറയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തുടിക്കുകയാണ്, ഹൃദയം കടപടക്കുകയാണ്. അതെന്തെന്നറിയുമോ? ആ പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു അസാധാരണ മനുഷ്യന്റെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയാത്തവൻ ലോകം കണ്ട ഏറ്റവും വലിയ ലുബ്ധൻ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ്. ലോകം കണ്ട ഏറ്റവും വലിയ ലുബ്ധൻ, ഏറ്റവും വലിയ പിശുക്കൻ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ്. വീടിന്റെ ഉമ്മർപ്പടിയിലേക്ക് വന്നുകൊണ്ട് ഒരു കാശ് ചോദിച്ചാലും കൊടുക്കാത്ത പിശുക്കനുണ്ടല്ലോ ഈ ദുനിയാവിൽ വെച്ച്. ലോകം കണ്ട ലുബ്ധനെന്ന് ഹബീബുനാ ശഫീഉനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയണമെങ്കിൽ നാം ഇത്രത്തോളം മദനുകൾ ചെലവഴിച്ചുകൊണ്ട് ഒരു രൂപയെങ്കിലും, ഒരു 10 രൂപയെങ്കിലും കൊടുക്കാൻ പറ്റാത്തവന് എത്ര വലിയ ലുബ്ധനായിരിക്കും, എത്ര വലിയ പിശുക്കനായിരിക്കും എന്ന് ഓർക്കണം. നിങ്ങൾ തന്നെ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ഉപകാരം ചെയ്യാത്ത ഒരുത്തനും ഈ ദുനിയാവിലുണ്ട്. ഉപകാരം ചെയ്യുന്നവരാകണം. ഈ മജ്‌ലിസിലുള്ള എല്ലാവരെയും നാളെ ഹബീബ് ശഫീഉൽ വറാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ കൈപിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്തിനാണ് പറഞ്ഞതെങ്കിൽ നാം ഒക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാകണം. എന്തിന് പറഞ്ഞാലും നാളെ അവിടെ കൈനീട്ടി യാചിക്കുമ്പോൾ, സൂര്യൻ ഒരു ചാണ്ട് മുകളിൽ കൈനീട്ടി യാചിക്കുമ്പോൾ നമുക്കവിടെ ചിന്ത വരുമല്ലോ, ദുനിയാവിൽ ഞാൻ എന്റെ ഹബീബിനെ ഞാൻ ഓർത്തുമെങ്കിൽ എത്ര നന്നായിരിക്കും. എന്റെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുമല്ലേ എന്ന് ഓർത്ത് കരയുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നത് റബ്ബുൽ ഇസ്സത്ത് നാളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാനും തിരിച്ചറിയുവാനും റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിനെ ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി